ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്മൈൽ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അതിനു മുൻപേ നമ്മൾക്കറിയണം, നമ്മളും നമ്മുടെ ഇമോഷൻസും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? എനർജി ഉണ്ട്. നമ്മുടെ ഊർജ്ജതലം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫ്രീക്വൻസിയും കൂടുന്നു. നമ്മളുടെ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ആയി തുടങ്ങും. സ്മൈൽ എന്ന് പറയുന്നത് ഹൈ ഊർജ്ജമുള്ള ഇമോഷനാണോ ലോ ഊർജ്ജമുള്ള ഇമോഷനാണോ? തീർച്ചയായും എല്ലാവർക്കും അറിയാം, ഹൈ എനർജി ഉള്ള ഒരു ഇമോഷനാണ് സ്മൈൽ എന്ന് പറയുന്നത്. സ്മൈലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും ചിരിക്കാൻ മറന്നു പോകാറുണ്ട്. ഇന്നു മുതൽ ഒന്ന് ശ്രദ്ധിക്കണം, ചിരിച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നറിയാവോ? നമുക്ക് ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും അതുപോലെ തന്നെ സോഷ്യലായിട്ടും ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഫിസിക്കൽ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസൊക്കെ വളരെയധികം റിലാക്സ്ഡ് ആവും. അതുപോലെ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തി വളരെയധികം നല്ല ഗുണത്തിലായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രതിരോധ ശക്തി കൂടാറുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുക, ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ നമുക്ക് കുറയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വല്ല എന്തെങ്കിലും ഒരു ഫിലിം നല്ല കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മൂഡ് ചേഞ്ച് ആവാറുണ്ട് അല്ലേ, ചിരിക്കുന്നതുകൊണ്ട്. അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ആളുകൾ കണക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. നമ്മുടെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട് ചിരിക്കുന്ന ആളുകളുള്ളപ്പോൾ. നമ്മുടെ വീടുകളിലാണെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചു തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ആ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ വളരെയധികം മാറ്റം ഉണ്ടാവും. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ചിരിക്കുക എന്നുള്ളത്. അതിന് പുറമെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ ചിരി കൊണ്ട് നമ്മുടെ ഊർജ്ജതലം കൂടുന്നുണ്ട്. ഊർജ്ജതലം കൂടുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ആകർഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഈ ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും 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 നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ടെൻഷൻസിൻ്റെയും ഇടയിൽ പല ആളുകളും ഒന്ന് ചിരിക്കാൻ പോലും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ചിരി എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ശരിക്കും ചിരിക്കുക എന്ന് പറയുന്നത്, ചിരി എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് അറിയാവോ? ഹൃദയത്തിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ കണ്ണുകളിലാണ്. എന്നുവെച്ചാൽ മനസ്സറിഞ്ഞ് ചിരിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതിതുകൊണ്ടാണ്. അപ്പോൾ ഇന്നു മുതൽ ചിരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തുടങ്ങേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ അത് വലിയ മാറ്റങ്ങളായിട്ട് വരും. അപ്പോൾ ഇന്നു മുതൽ ചിരി എന്നുള്ളത് ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി, ഒരു ശീലമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു.